വെൽക്കം ബാക്ക് ടു EE407 ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്. തുടർന്ന് തേർഡ് മോഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. തേർഡ് മോഡ്യൂളിൻ്റെ മെയിൻ ഹെഡിങ് എന്നത് ഡിസൈൻ ഓഫ് ഡിജിറ്റൽ ഫിൽറ്റേഴ്സ് എന്നതാണ്. DSP തിയറിയിലെ തന്നെ ഒരു കോർ പ്രോസസ്സായിട്ട് വേണമെങ്കിൽ ഈ ഒരു ഡിജിറ്റൽ ഫിൽറ്റർ ഡിസൈനെ നമുക്ക് കാണാം. DSPയിൽ ഏതൊരു സിഗ്നലിനെയും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിനെ പൊതുവെ ഫിൽറ്ററിംഗ് ഓപ്പറേഷൻ എന്നാണ് പറയാം. അതുകൊണ്ട് തന്നെ DSPയിലെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ അതിനെ ഒരു ഫിൽറ്ററായിട്ടാണ് നമ്മൾ കാണുന്നത്. ഫിൽറ്ററിംഗ് എന്ന് പറഞ്ഞാൽ കുറേ ഡിഫറൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മിക്സ് ചെയ്ത് കിടക്കുന്നതിൽ നിന്നും നമുക്ക് ആവശ്യമില്ലാത്തതിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. DSPയിലേക്ക് വരുമ്പോൾ നമ്മൾ റിമൂവ് ചെയ്യുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത ഫ്രീക്വൻസി കോമ്പോണൻറ്റ്സ് ആണെന്ന് മാത്രം. ഫിൽറ്റർ ഡിസൈനിങ്ങിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്നത് IIR ആൻഡ് FIR ഫിൽറ്റേഴ്സ്, ഇൻഫൈനൈറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ആൻഡ് ഫൈനൈറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ഫിൽറ്റേഴ്സ് എന്നതാണ്. തേർഡ് മോഡ്യൂളിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് IIR ഫിൽറ്റേഴ്സാണ്. ഫോർത്ത് മോഡ്യൂളിൽ FIR ഫിൽറ്റേഴ്സും. ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസിയിൽ നമുക്ക് ഫിൽറ്റേഴ്സിനെ 4 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. വൺ ഈസ് ലോ പാസ് ഫിൽറ്ററിംഗ്, ദെൻ വി ഹാവ് ദ ഹൈ പാസ് ഫിൽറ്ററിംഗ്, then we have the band pass filtering, then band stop filtering, then finally we have an all pass filtering. So in the low pass filtering we are allowing only the low frequency components, whereas high frequencies are blocked. In high pass filtering just the reverse, we will be allowing to pass high frequency components, whereas we are blocking the low frequency components. Similarly, certain bands will be allowed to pass through the system or filter, which is band pass, and here we are stopping or eliminating certain frequency bands, that is band stop or band elimination filter. So all pass filters means there is no filtering operation is taking place, simply അത് ഫിൽറ്ററിലൂടെ പാസ് ചെയ്തു പോകുന്നു. DSPയിലെ ഫിൽറ്ററിങ്ങിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സ് തന്നിരിക്കുന്നു. നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ എക്സ് ഓഫ് എൻ. ഇനി നമ്മളൊരു എച്ച് ഓഫ് എൻ എന്ന് പറയുന്ന ഫിൽറ്റർ കോഎഫിഷ്യൻസിനെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു. 1/3 1 1 1. ഇത് ആക്ച്വലി ഒരു ആവറേജിങ് എഫക്റ്റാണ്. ഇനി നമ്മൾ എച്ച് ഓഫ് എന്നിനെ എക്സ് ഓഫ് എന്നുമായിട്ട് കൺവല്യൂട്ട് ചെയ്യുന്നെന്ന് വിചാരിക്കാം. ദെൻ കറസ്പോണ്ടിങ് ടു 3 will be having 3 plus 3 plus 3 divided by 3 means 3 itself. Here again we have 3 itself. Then instead of 5, approximately we will be having a 5 here, and instead of 2 will be having a 9. ഇവിടെ 20ൻ്റെ സ്ഥാനത്ത് we obtained 8.8 like that. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ഒരു ഫിൽറ്ററിംഗ് ഓപ്പറേഷനിൽ വേരിയേഷൻസ് ഇല്ല എങ്കിൽ അത് അങ്ങനെ തന്നെ അവിടെ റിട്ടേൺ ചെയ്തു. അതേസമയം ഒരു വേരിയേഷൻസ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2-ൽ നിന്നും 20യിലേക്ക് ഒരു സഡൻ ചേഞ്ചസ് ആണ്. ഈ സഡൻ ചേഞ്ചസിനെയാണ് നമ്മൾ ഹൈ ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 2-ൽ നിന്നും 20യിലേക്കുള്ള വേരിയേഷൻ എന്തായി 9-ൽ നിന്നും 8.8ലേക്ക് ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഈ സഡൻ ചേഞ്ചസ് കുറഞ്ഞു. ഇങ്ങനെ ഈ ഒരു സഡൻ ചേഞ്ചസിനെ സപ്രസ് ചെയ്തുകൊണ്ട് ഉള്ളൊരു പ്രോസസ്സാണ് ആക്ച്വലി ഒരു ലോ പാസ് ഫിൽറ്ററിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുക്കത്തിൽ ഈ ഒരു ലോ പാസ് ഫിൽറ്ററിന് ശേഷം ഉള്ള വാല്യൂസ് ഒരു സ്മൂത്തൻ ചെയ്തായിട്ട് കാണാം. അതായത് ഈ സിഗ്നൽസിന് ഒരു സ്മൂത്തനിങ് എഫക്റ്റ് വന്നതായിട്ട് നമുക്കിവിടെ നോക്കിയാൽ കാണാം. അടുത്തതായിട്ട് എച്ച് ഓഫ് എൻ ഈക്വൽ ടു 1/3 -1 2 -1 എന്നൊരു ഫിൽറ്റർ കോഎഫിഷ്യൻസ് അസ്യൂം ചെയ്യാം. ഇനി ഇതിനെ നമ്മൾ കൺവല്യൂഷൻ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? വെൻ these 3 comes overlap, we can see the resultant value 3 into -1 plus 3 into 2 plus 3 into -1 will become 0. Similarly, the corresponding to 5 will be having 1, and here corresponding to 20 we will be having value of 12. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം സ്മൂത്ത് ആയിട്ടുള്ള വേരിയേഷൻസ്, അതായത് വേരിയേഷൻസ് ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ അതെല്ലാം റിമൂവ് ആയി 0 ആയിപ്പോയി. ഇവിടെ ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ 452, അതിൻ്റെ വാല്യൂ വളരെ ചെറുതായി. അതേസമയം ഇവിടെ നോക്കുക 2-ൽ നിന്നും 20യിലേക്ക്, അതായത് ഒരു ഹൈ ഫ്രീക്വൻസി കോമ്പോണൻറ്റ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഈ ഹൈ ചേഞ്ചസ് വാല്യൂസ് അവിടെ തന്നെ ഓൾമോസ്റ്റ് റീറ്റേൺ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ സ്മൂത്ത് ആയിട്ടുള്ള വാല്യൂസിനെ റിമൂവ് ചെയ്യുന്നു, അതേസമയം
സഡൻ ചേഞ്ചസ് വരുന്ന വാല്യൂസിനെ അവിടെ റീറ്റെയിൻ ചെയ്യുന്നു. ഇതാണ് ഹൈ പാസ് ഫിൽറ്ററിങ്ങിൽ സംഭവിക്കുന്നത്. ചുരുക്കത്തിൽ ഹൈ പാസ് ഫിൽറ്ററിങ്ങിൽ ഒരു ഷാർപ്പനിങ് എഫക്റ്റാണ് സംഭവിക്കുന്നത്. അതേസമയം ലോ പാസ് ഫിൽറ്ററിങ്ങിൽ ഒരു സ്മൂത്തനിങ് എഫക്റ്റും. ഈ ഒരു ഇമേജിൽ ശ്രദ്ധിക്കാം. ഇവിടെ ദിസ് ഈസ് ദ ഒറിജിനൽ ഇമേജ്. ഫസ്റ്റ് ഇമേജ് ഈസ് ദ ഒറിജിനൽ ഇമേജ്. ഇതിനെ നമ്മൾ ഹൈ പാസ് ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഇമേജിൻ്റെ ഷേപ്പ് ഇങ്ങനെയായി. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ഇവിടെ എഡ്ജസ് പ്രോമിനൻ്റായി. അതായത് എഡ്ജ് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത ഇതാണ്, എഡ്ജിലാണ് സഡൻ വാല്യൂസ് ഓഫ് ചേഞ്ചസ് ഉണ്ടാവുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു, ഇവിടെ സഡൻ ചേഞ്ചസ് അവിടെ റീറ്റേൺ ചെയ്തു. അതേസമയം സ്മൂത്ത് ആയിട്ടുള്ള പോർഷൻസൊക്കെ ഓൾമോസ്റ്റ് റിമൂവ് ആവുകയും ചെയ്തു. ഇതാണ് ഹൈ പാസ് ഫിൽറ്ററിങ്ങിൽ സംഭവിക്കുന്നത്. ഇനി ഇവിടെ നോക്കുക, ലോ പാസ് ഫിൽറ്ററിങ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ എഡ്ജസ് ഓൾമോസ്റ്റ് സ്മൂത്തായി. അതായത് ഇവിടെ സഡൻ ചേഞ്ചസ് ഉണ്ടായിരുന്നതിന് സ്മൂത്തായിപ്പോയി. അതായത് എഡ്ജ് റിമൂവ് ചെയ്ത മാതിരി, അതായത് സ്മൂത്തനിങ് എഫക്റ്റ്. ഇതാണ് ലോ പാസ് ഫിൽറ്ററിങ്ങിലും ഹൈ പാസ് ഫിൽറ്ററിങ്ങിലും ഫിസിക്കലി സംഭവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു റെക്റ്റാങ്കുലർ പൾസിനെ നമ്മൾ ലോ പാസ് ഫിൽറ്റർ ചെയ്യുമ്പോഴും ഹൈ പാസ് ഫിൽറ്റർ ചെയ്യുമ്പോഴും എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ലോ പാസ് ഫിൽറ്ററിൻ്റെ സമയത്ത് ഇവിടെ എഡ്ജസ് റിമൂവ് ചെയ്ത് അവിടെ സ്മൂത്ത് ആവും. അതേസമയം ഹൈ പാസ് ഫിൽറ്ററാണ് ചെയ്യുന്നതെങ്കിൽ എഡ്ജസ് അവിടെ റീറ്റെയിൻ ചെയ്യും. യു വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് ആസ് സ്പൈക്സ്. ഇത്തരം വേവ് ഫോംസ് ഒരുപക്ഷെ ലാബിൽ ഫിൽറ്റർ ഡിസൈൻ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതായത് ഫിൽറ്റർ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഡാറ്റയെ നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് മാറ്റണമെങ്കിൽ ഏത് എച്ച് ഓഫ് എൻ കൊണ്ടാണ് നമ്മൾ കൺവല്യൂട്ട് ചെയ്യേണ്ടത്, ആ ഒരു എച്ച് ഓഫ് എൻ കണ്ടുപിടിക്കലാണ് ഫിൽറ്റർ ഡിസൈനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു റെക്റ്റാങ്കുലർ പൾസിനെ ഫിൽറ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഈ റെക്റ്റാങ്കുലർ ഫങ്ഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം കണ്ട് അതിൻ്റെ ഫ്രീക്വൻസി കോമ്പോണൻസ് കണ്ടുപിടിച്ചതിന് ശേഷം അതിലെ ഹൈ ഫ്രീക്വൻസി കോമ്പോണൻസിനെ 0 ആക്കി ബാക്കിയുള്ള ലോ ഫ്രീക്വൻസി കോമ്പോണൻസ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സിഗ്നലാണ് ലോ പാസ് ഫിൽറ്റേർഡ് സിഗ്നൽ. അതേപോലെ ലോ ഫ്രീക്വൻസി സിഗ്നൽസിനെ 0 ആക്കി ഹൈ ഫ്രീക്വൻസി കോമ്പോണൻസ് മാത്രം എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈ പാസ് ഫിൽറ്റേർഡ് സിഗ്നൽ കിട്ടും. ഈ ഒരു കേസിൽ സിഗ്നൽ പീരിയോഡിക് ആയതുകൊണ്ട് ഫോറിയർ സീരീസ് അപ്ലൈ ചെയ്യുന്നു. അതേസമയം അപീരിയോഡിക് ആണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്ത് ഫ്രീക്വൻസി കോമ്പോണൻസ് കണ്ടെത്തി ആവശ്യമില്ലാത്ത ഫ്രീക്വൻസി കോമ്പോണൻസിനെ 0 ആക്കിയിട്ട് റിമൈനിങ് കോമ്പോണൻസിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഫിൽറ്റേർഡ് സിഗ്നൽ കിട്ടുന്നു. ഈ ഒരു പർട്ടിക്കുലർ കേസസിൽ എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ഒരു സീക്വൻസ് അല്ലെങ്കിൽ ഒരു സിഗ്നൽ ഡാറ്റ നമുക്കുണ്ട്. ഇതിനെ ലോ പാസ് ഫിൽറ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ആദ്യം ഇതിൻ്റെ ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം കാണുന്നു. ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോമിൽ k = 0 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആവറേജ് വാല്യൂ സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എലിമെൻറ്റ്സ്. ദെൻ k = 1 എന്ന് പറഞ്ഞാൽ ഇവിടെ വേരിയേഷൻസ് കുറഞ്ഞ ഡാറ്റ എന്തുമാത്രം ഉണ്ട്. 2 to 3 എന്ന് പറഞ്ഞാൽ വേരിയേഷൻ 1 ഉള്ളൂ. അതേപോലെ 2 to 1, 1 to 2 എന്നൊക്കെ വേരിയേഷൻസ് കുറഞ്ഞ ഡാറ്റയാണ്. അപ്പോൾ അത് എന്തുമാത്രമുണ്ട് എന്നുള്ളതാണ് k = 1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. k = 2 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഷാർപ്പായിട്ട് 2 to 5 or 2 to 6, then 5 to 7, 5 to 8 ലൈക്ക് ദാറ്റ്. ഇങ്ങനെ കുറച്ചുകൂടെ ഷാർപ്പായിട്ടുള്ള കൂടിയ വേരിയേഷൻസ് എന്തുമാത്രമുണ്ട് എന്ന് k = 2. അതേപോലെ k = 3 ആവുമ്പോൾ കുറച്ചുകൂടെ വേരിയേഷൻസ് കൂടിയ ഡാറ്റ എന്തുമാത്രമുണ്ട്. ഇങ്ങനെ k = n-1 എന്ന് പറഞ്ഞാൽ ഇതിലെ ഹൈ ഫ്രീക്വൻസി, അതായത് സഡൻ ചേഞ്ചസ് ചെയ്യുന്ന ഡാറ്റകൾ എന്തുമാത്രമുണ്ട് എന്ന ഒരു ഇൻഡെക്സ് കിട്ടുന്നു. അതായത് ഇവിടെ 5 to 23 എന്ന് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി സഡൻ ചേഞ്ച്, ഇവിടെ 2 to 30 സഡൻ ചേഞ്ച്, 30 to 3 എന്ന് പറഞ്ഞാൽ സഡൻ ചേഞ്ച്. ഇങ്ങനെയുള്ള സഡൻ ചേഞ്ചിങ് വാല്യൂസിൻ്റെ ഇൻഡെക്സ് എന്തുമാത്രമുണ്ട് എന്നത് k = n-1 എന്നിൽ നിന്നും കിട്ടുന്നു. അപ്പോൾ ഇതിനെ ലോ പാസ് ഫിൽറ്റർ ചെയ്യണമെങ്കിൽ ഇതിലെ
ഹൈ ഫ്രീക്വൻസി കോമ്പണൻസിന്, അതായത് സപ്പോസ് കെ ഈക്വൽ ടു ഒരു ഹയർ വാല്യൂസ് ഉള്ള കോമ്പണൻസ് എല്ലാം നമ്മൾ 0 ആക്കി ബാക്കിയുള്ള കോമ്പണൻസിനെ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോ പാസ് ഫിൽറ്റേർഡ് സിഗ്നൽ കിട്ടുന്നു. അങ്ങനെയെങ്കിൽ ഫിൽറ്റർ ഡിസൈനിങ് വളരെ സിമ്പിൾ അല്ലേ എന്ന് തോന്നാം. കാരണം തന്നിരിക്കുന്ന ഡാറ്റയുടെ ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുക, ആവശ്യമില്ലാത്ത ഫ്രീക്വൻസി കോമ്പണൻസിനെ 0 ആക്കുക. പക്ഷേ ഇങ്ങനെ അബ്രപ്റ്റായിട്ട് ഫ്രീക്വൻസി കോമ്പണൻസിനെ 0 ആക്കി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു റെസ്പോൺസ് ആയിരിക്കും ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുക. ഉദാഹരണമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തെ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള റെസ്പോൺസസ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് വാഹനം നിർത്തുമ്പോൾ അത് സ്പീഡ് കുറച്ച് കൊണ്ടുവന്നിട്ടാണ് നിർത്തുക. ഇതേപോലെ തന്നെ ഫ്രീക്വൻസി ഡൊമൈനിൽ നമ്മൾ ഫിൽറ്ററിങ് സമയത്ത് അബ്രപ്റ്റായിട്ട് 0 ആക്കുന്നതിന് പകരം ഇതിൻ്റെ ഫ്രീക്വൻസി കോമ്പണൻസിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറച്ച് കൊണ്ടുവന്നിട്ടാണ് അത് 0യിലേക്ക് ആക്കുക. ഇനി ഇതിൻ്റെ പിന്നിലുള്ള ഒരു തിയറി എന്താണ് എന്ന് നോക്കാം. ഇതൊരു ഐഡിയൽ ലോ പാസ് ഫിൽറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇവിടെ ഒമേഗ സിക്ക് മുകളിലുള്ള ഫ്രീക്വൻസി കോമ്പണൻസിനെ നമ്മൾ അബ്രപ്റ്റായിട്ട് 0 ആക്കുന്നു. ഇത് തിയററ്റിക്കലി നോക്കിയാൽ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ഹൈറ്റുള്ള ഒരു റെക്റ്റാങ്കുലർ ഫംഗ്ഷൻ കൊണ്ട് ഈ സിഗ്നലിനെ മൾട്ടിപ്ലൈ ചെയ്തതിന് ഈക്വലൻ്റ് ആണ്. നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ ഇൻ വൺ ഡൊമെയിൻ ഇസ് ഈക്വൽ ടു കൺവല്യൂഷൻ ഇൻ ദ അതർ ഡൊമെയിൻ. അങ്ങനെയെങ്കിൽ ഈ ഒരു റെക്റ്റാങ്കുലർ പൾസിൻ്റെ അതർ ഡൊമെയിനിലെ നേച്ചർ എന്താണെന്ന് നോക്കാം. സോ മാത്തമാറ്റിക്കലി ഒരു ലോ പാസ് ഫിൽറ്ററിനെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇനി ഈ ഒരു റെക്റ്റാങ്കുലർ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു സിങ്ക് ഫംഗ്ഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് h(n) ഈക്വൽ ടു ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. ഐഡിയൽ ഫിൽറ്ററിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സിങ്ക് ഫംഗ്ഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഈ കാണുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇമ്പൾസ് റെസ്പോൺസിന് നെഗറ്റീവ് സൈഡിൽ വാല്യൂസ് ഉള്ളതുകൊണ്ട് ഇതൊരു നോൺ കോസൽ സിസ്റ്റമാണ്. അതായത് നെഗറ്റീവ് സൈഡിലേക്ക് റെസ്പോൺസ് വാല്യൂസ് ഉള്ളതുകൊണ്ട് ഫ്യൂച്ചർ വാല്യൂസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രസൻറ്റ് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രാക്ടിക്കൽ കേസസിൽ നോൺ കോസസ് വാല്യൂസ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധ്യമല്ല. ഇതിനുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് ഈ ഇമ്പൾസ് റെസ്പോൺസിനെ അല്ലെങ്കിൽ ഈ സിങ്ക് ഫംഗ്ഷനെ നമ്മൾ ടൈം ലിമിറ്റ് ചെയ്യുക. ടൈം ലിമിറ്റ് ചെയ്തിട്ട് ഇതിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അങ്ങനെയെങ്കിൽ നമുക്കിതിനെ ഒരു കോസൽ സിസ്റ്റമാക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ രണ്ട് സൈഡിലുമുള്ള ഫിൽറ്റർ കോഎഫിഷ്യൻ്റ് നമ്മൾ കട്ട് ചെയ്യുക. അത് ഒരു റെക്റ്റാങ്കുലർ യൂണിറ്റ് വിഡ്ത്തുള്ള റെക്റ്റാങ്കുലർ ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിനെ വീണ്ടും നമ്മൾ ഫ്രീക്വൻസി ഡൊമെയിൻ ചെല്ലുമ്പോൾ there will be problem with the Gibbs phenomena. There will be oscillations at point of discontinuity. ചുരുക്കത്തിൽ ഒരു ഐഡിയൽ ഫിൽറ്റർ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. ഐഡിയൽ ഫിൽറ്റേഴ്സ് നോൺ കോസൽ ആയതുകൊണ്ട് ഇതിനെ പ്രാക്ടിക്കലി ഇംപ്ലിമെൻ്റ് ചെയ്യുക ബുദ്ധിമുട്ടാണ്. കാരണം h(omega) cannot have infinite sharp cutoff from pass band to stop band. That is, h(omega) cannot drop from unity to 0 abruptly. അതേസമയം നമ്മൾ റിയൽ വേൾഡിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഐഡിയൽ ഫ്രീക്വൻസി ക്യാരക്ടേഴ്സ് നമുക്ക് ആവശ്യമില്ല. കുറേ ടോളറൻസസ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഏതൊക്കെ ടോളറൻസസ് ആണ് ഇവിടെ പ്രാക്ടിക്കൽ ഫിൽറ്റേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഒരു പ്രാക്ടിക്കൽ ഫിൽറ്ററിൻ്റെ ഫ്രീക്വൻസി ബാൻഡ്സ് 3 തരത്തിലുണ്ട്. ഫസ്റ്റ് വൺ ഈസ് എ പാസ് ബാൻഡ്, ദെൻ വി ഹാവ് എ ട്രാൻസിഷൻ ബാൻഡ്, ദെൻ വി ഹാവ് എ സ്റ്റോപ്പ് ബാൻഡ്. ഇവിടെ പാസ് ബാൻഡിൽ നിന്നും സ്റ്റോപ്പ് ബാൻഡിലേക്ക് ഒരു അബ്രപ്റ്റ് ചേഞ്ചിന് പകരം
ഒരു സ്മൂത്ത് ട്രാൻസിഷൻ കൊടുത്തിരിക്കുന്നു. ആ ഒരു പീരീഡാണ് ട്രാൻസിഷൻ ബാൻഡ് എന്ന് പറയുന്നത്. അതേപോലെ ഒരു പ്രാക്ടിക്കൽ ഫിൽറ്റേഴ്സിൽ പാസ് ബാൻഡിലും സ്റ്റോപ്പ് ബാൻഡിലും ഒരു അലവബിൾ റേഞ്ച് ഓഫ് റിപ്പിൾ ഉണ്ട്. ദാറ്റ് ഈസ് ഇവിടെ ഇപ്പോൾ Δ1 മീൻസ് എ പാസ് ബാൻഡ് റിപ്പിൾ, ദെൻ Δ2 മീൻസ് എ സ്റ്റോപ്പ് ബാൻഡ് റിപ്പിൾ. അപ്പോൾ ഒരു പ്രാക്ടിക്കൽ ഫിൽറ്റേഴ്സിന് 4 പാരാമീറ്റേഴ്സ് തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫിൽറ്റർ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഒന്ന് പാസ് ബാൻഡ് റിപ്പിൾ, ദെൻ സ്റ്റോപ്പ് ബാൻഡ് റിപ്പിൾ, ദെൻ പാസ് ബാൻഡ് എഡ്ജ് ഫ്രീക്വൻസി, ദെൻ സ്റ്റോപ്പ് ബാൻഡ് എഡ്ജ് ഫ്രീക്വൻസി. Omega p is the pass band edge frequency and omega s is the stop band edge frequency. ഈ 4 പാരാമീറ്റേഴ്സാണ് സാധാരണ ഫിൽറ്റർ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്നത്. ഒരു ഫിൽറ്റർ ഡിസൈൻ ചെയ്യാൻ തന്നിരിക്കുന്ന 4 ഫിൽറ്റർ സ്പെസിഫിക്കേഷൻസ് ആണ്. 1. The maximum tolerable pass band ripple. Then second, the maximum tolerable stop band ripple. Then the pass band edge frequency omega p and the stop band edge frequency omega s. So based on these specifications, we can select the parameters AK and BK in the frequency response characteristics. ഈ ഒരു AKയും BK പാരാമീറ്റേഴ്സിനെ കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ ഫിൽറ്റർ ഡിസൈനിങ് പ്രോബ്ലം എന്നത്. തുടർന്ന് IIR ഫിൽറ്റർ ഡിസൈനിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. Based on the impulse response, we can classify the filters as FIR and IIR, the infinite impulse response and finite impulse response filters. പ്രാക്ടിക്കൽ കേസസിൽ IIR ഫിൽറ്റേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ ഒരു റിക്കേഴ്സീവ് സിസ്റ്റമാണ് ഉപയോഗിക്കുക. അതായത് ഔട്ട്പുട്ടിൽ നിന്നും ഇൻപുട്ടിലേക്ക് ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നു. ഒരു ഫിൽറ്ററിന് FIR ആണോ IIR ആണോ എന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് അതിൽ തന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻസും നമ്മുടെ ഫിൽറ്ററിൻ്റെ ആപ്ലിക്കേഷനും അനുസരിച്ചാണ്. അപ്പോൾ നമുക്ക് ലീനിയർ ഫിൽറ്റേഴ്സാണ് ആവശ്യമെങ്കിൽ നിർബന്ധമായിട്ടും FIR ഫിൽറ്റേഴ്സ് വേണം ഡിസൈൻ ചെയ്യാൻ. അതേസമയം ലീനിയർ ഫിൽറ്ററിങ് ആവശ്യമില്ല എങ്കിൽ IIR ഫിൽറ്റർ ഡിസൈനിങ് ചെയ്യുകയായിരിക്കും നല്ലത്. കാരണം അതിൻ്റെ നമ്പർ ഓഫ് കോഎഫിഷ്യൻസ് കുറവ് IIR ഫിൽറ്റേഴ്സിനാണ്. അതുകൊണ്ട് കോമ്പിറ്റേഷൻ കോംപ്ലക്സിറ്റി വളരെ കുറവ് ആയിരിക്കുന്നത് IIR ഫിൽറ്റേഴ്സിനാണ്. അതുകൊണ്ട് ലീനിയർ ഫിൽറ്ററിങ് അല്ലാത്ത കേസസിലെല്ലാം തന്നെ IIR ഫിൽറ്റേഴ്സാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഡിജിറ്റൽ ഫിൽറ്റേഴ്സിനെ ഡിജിറ്റൽ ഡൊമൈനിൽ തന്നെ ഡിസൈൻ ചെയ്യുക പ്രായോഗികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേസമയം അനലോഗ് ഫിൽറ്റർ ഡിസൈനിങ് കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. പോരാത്തതിന് അനലോഗ് ഫിൽറ്റർ ഡിസൈനിങ് ടെക്നിക്ക് ഹൈലി അഡ്വാൻസ്ഡും വെൽ മെച്യൂർഡുമാണ്. അതുകൊണ്ട് പ്രാക്ടിക്കൽ കേസസിൽ ഡിജിറ്റൽ ഫിൽറ്റേഴ്സിനെ നമ്മൾ അനലോഗ് ഡൊമൈനിൽ ചെന്നിട്ട് ഡിസൈൻ ചെയ്ത് തിരിച്ച് ഡിജിറ്റലിലേക്ക് വരികയാണ് ചെയ്യുന്നത്. തന്നിരിക്കുന്ന ഡിജിറ്റൽ ഡൊമൈൻ സ്പെസിഫിക്കേഷൻസിനെ നമ്മൾ അനലോഗ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യും. അനലോഗ് ഡൊമൈനിൽ അനലോഗ് ഫിൽറ്റേഴ്സിനെ ഡിസൈൻ ചെയ്തിട്ട് അതിനെ തിരിച്ച് വീണ്ടും നമ്മൾ ഡിജിറ്റൽ ഡൊമൈനിലേക്ക് ട്രാൻസ്ഫോം ചെയ്യും. ഇതാണ് ഡിജിറ്റൽ ഫിൽറ്റർ ഡിസൈനിങ് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്. ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നതിനായിട്ട് പ്രധാനമായിട്ട് 4 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് അപ്രോക്സിമേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് മെത്തേഡ്, ദെൻ ദ ഇമ്പൾസ് ഇൻവേരിയൻറ്റ് ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ്, ദ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ, പിന്നെ 4മതൊന്ന് ദ മാച്ച്ഡ് ഇസഡ് ട്രാൻസ്ഫോം ടെക്നിക്ക്. ഇതിൽ ആദ്യത്തെ 3 നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ദ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡാണ്. അപ്രോക്സിമേഷൻ ഓഫ് ഡെറിവേറ്റീവ് മെത്തേഡ്സ് ഡിസ്കസ് ചെയ്യാം. സോ വൺ ഓഫ് ദ simplest methods of digitizing an analog filter into a digital filter is the approximation of derivatives. ഇവിടെ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഈക്വലൻ്റ് ഡിഫറൻസ് ഇക്വേഷനും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിൽ നിന്നും ഇസഡും എസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കണ്ടെത്തുകയാണ്. ബൈ ഡെഫിനിഷൻ നമുക്കറിയാം ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഗിവൺ ബൈ y of nt minus y of nt minus t by t. Now if you are taking the z transforms on both sides, the dy by dt will become s into y of s. Similarly, if you are taking y of n, it will become y of z minus z inverse y of z into z inverse divided by t. Now if you are simplifying and comparing, then
this S will be equivalent to this one. S is equal to 1 minus Z inverse by T. So the transformation is very simple. Simply replace S with 1 minus Z inverse by T. So ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ Z ഡൊമെയിനിൽ നിന്നും S ഡൊമെയിനിലേക്കും S ഡൊമെയിനിൽ നിന്നും Z ഡൊമെയിനിലേക്കും നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാം. അപ്രോക്സിമേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് മെത്തേഡ്സ് ഉപയോഗിച്ചുള്ള ഒരു സിമ്പിൾ പ്രോബ്ലമാണ് ഇവിടെ തന്നിരിക്കുന്നത്. യൂസിങ് അപ്രോക്സിമേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് മെത്തേഡ് കൺവേർട്ട് ദി അനലോഗ് ലോ പാസ് ഫിൽറ്റർ വിത്ത് സിസ്റ്റം ഫംഗ്ഷൻ h of s equal to 1 by s plus 2. ഇവിടെ h of s എന്നുള്ള കണ്ടിന്യൂസ് ഡൊമൈനിലെ സിസ്റ്റം ഫംഗ്ഷനെ കറസ്പോണ്ടിങ് ഡിജിറ്റൽ ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്രോക്സിമേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് മെത്തേഡ്സ് വെച്ചിട്ട് വെരി സിമ്പിളി റീപ്ലേസ് എസ് വിത്ത് ദിസ് 1 minus z inverse by t. So we will get replacing s with 1 minus z inverse by t, and finally by simplifying we will get t by this expression. And suppose we are assuming t equal to 1 second, then the respective digital filter system function will be 1 by 3 minus z inverse. So h of s is equal to 1 by s plus 2 corresponding ആയിട്ടുള്ള ഡിജിറ്റൽ ഫിൽറ്ററിലെ സിസ്റ്റം ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 by 3 minus z inverse. A simple problem. അപ്രോക്സിമേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് മെത്തേഡ്സ് ഉള്ള വേറൊരു സിമ്പിൾ പ്രോബ്ലമാണിത്. ഹിയർ ഇറ്റ് ഈസ് ഗിവൺ h of s equal to 1 by s square plus 16. ഇവിടെയും നേരത്തെ ചെയ്ത മാതിരി തന്നെ സിംപ്ലി റീപ്ലേസ് s with 1 minus z inverse by t, and finally if you are simplifying we will get this expression, and if you are assuming t equal to 1 second, will get final answer will be this one. So നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. So third problem, here it is given h of s equal to 1 by s plus 1 the whole square plus 9. So നേരത്തെ ചെയ്ത മാതിരി തന്നെ simply replace s with 1 minus s inverse t, simplify it, you will get h of s equal to this one, and assuming t equal to 1 second, then the final answer will be this one. ഇത് തന്നെ ചെയ്തു നോക്കാം. അടുത്തതായി ഇമ്പൾസ് ഇൻവേരിയൻസ് ടെക്നിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇമ്പൾസ് ഇൻവേരിയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമ്പൾസ് റെസ്പോൺസ് അനലോഗ് ഡൊമൈനിലും ഡിജിറ്റൽ ഡൊമൈനിലും സെയിം ആണ് എന്ന് അസ്യൂം ചെയ്യുന്നു. അതായത് അനലോഗ് ഡൊമൈനിലെ ഇമ്പൾസ് റെസ്പോൺസിൻ്റെ സാമ്പിൾ ചെയ്തതാണ് ഡിജിറ്റൽ ഡൊമൈനിലെ ഇമ്പൾസ് റെസ്പോൺസ്. ഈ ഒരു അസംഷനിലാണ് നമ്മളിവിടെ ട്രാൻസ്ഫോർമേഷൻസ് നടത്തുന്നത്. ഈ ഒരു ട്രാൻസ്ഫോർമേഷനിൽ ഇസഡ് ഡൊമൈനും എസ് ഡൊമൈനും തമ്മിലുള്ള ഒരു മാപ്പിംഗ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ മാപ്പിങ്ങിൽ ഇവിടെ വൈ ആക്സിസ്, എസ് ഡൊമൈനിലെ വൈ ആക്സിസ് ഇസഡ് ഡൊമൈനിലെ യൂണിറ്റ് സർക്കിൾ ആയിട്ട് മാപ്പ് ചെയ്യുന്നു. അതേപോലെ എസ് ഡൊമൈനിലെ ലെഫ്റ്റ് ഹാഫ് എസ് പ്ലെയിൻ ഇവിടെ യൂണിറ്റ് സർക്കിളിൻ്റെ ഇൻറ്റീരിയർ ആയിട്ട് മാപ്പ് ചെയ്യുന്നു. അതേസമയം ഇവിടെ എസ് ഡൊമൈനിൻ്റെ റൈറ്റ് ഹാഫ് എസ് പ്ലെയിൻ ഇവിടെ യൂണിറ്റ് സർക്കിളിൻ്റെ എക്സ്റ്റേണൽ പാർട്ട് എക്സ്റ്റീരിയറുമായിട്ട് മാപ്പിംഗ് നടത്തുന്നു. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും ഇവിടെ ഏലിയാസിങ് പ്രോബ്ലംസ് ഉണ്ടാവും. സാമ്പിളിങ്ങിൽ ഉണ്ടാവുന്ന സെയിം ഏലിയാസിങ് പ്രോബ്ലംസ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻസിനും റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. ഇമ്പൾസ് ഇൻവേരിയൻറ്റ് മെത്തേഡിൽ ഏലിയാസിങ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഈ ഒരു മെത്തേഡ് ലോ പാസ് ഫിൽറ്ററിങ്ങിനും ബാൻഡ് പാസ് ഫിൽറ്റർ ഡിസൈനിങ്ങിന് ഉപയോഗിക്കാറുള്ളൂ. ഹൈ പാസ് ഫിൽറ്റർ ഡിസൈനിങ്ങിന് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാറില്ല. ഇമ്പൾസ് ഇൻവേരിയൻസ് മെത്തേഡിലെ ട്രാൻസ്ഫോർമേഷൻ സ്റ്റെപ്സുകൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്, എക്സ്പ്രസ് ദ അനലോഗ് ഫിൽറ്റർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആസ് ദ സം ഓഫ് സിംഗിൾ പോൾ ഫിൽറ്റേഴ്സ്. അപ്പോൾ നമുക്ക് കയ്യിലുള്ള ഈ ഒരു അനലോഗ് ഫിൽറ്റർ ട്രാൻസ്ഫർ ഫംഗ്ഷനെ സിംഗിൾ പോൾ ഫിൽറ്റേഴ്സ് ആയിട്ട് നമ്മൾ ഡികമ്പോസ് ചെയ്യാം. ഇതിന് നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ
എക്സ്പാൻഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പിൽ കമ്പ്യൂട്ട് ദി ഇസഡ് ട്രാൻസ്ഫോം ഓഫ് ദ ഡിജിറ്റൽ ഫിൽറ്റർ ബൈ യൂസിങ് ദ ഫോർമുല. അപ്പം നമ്മൾ സിംഗിൾ പോൾ ഫിൽറ്റേഴ്സായിട്ട് ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓരോ പോളിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റൽ ഡൊമൈനിലെ അല്ലെങ്കിൽ ഇസഡ് ഡൊമൈനിലെ സിസ്റ്റം ഫങ്ഷൻസ് ഇങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഇവിടെ പി കെ ദ പോൾ കറസ്പോണ്ടിങ് ടു ഹിയർ വിൽ ബിക്കം ഇ റൈസ് ടു പി കെ ടി ലൈക്ക് ദാറ്റ്. ഇൻ കേസ് ദ ഫ്രീക്വൻസി സാമ്പിളിംഗ് റേറ്റ് ഈസ് വെരി ഹൈ, എ ഹൈ ഫ്രീക്വൻസി സാമ്പിളിംഗ് റേറ്റ്, അങ്ങനത്തെ കേസിലാണെങ്കിൽ ഇവിടെ ഈ ഒരു സി കെ കോയിഫിഷ്യനെ ടി കൊണ്ട് സാമ്പിളിംഗ് ഇൻ്റർവെല് കൊണ്ട് അല്ലെങ്കിൽ സാമ്പിളിംഗ് പീരീഡ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻ കേസ് നമ്മുടെ സിസ്റ്റംസ് സെക്കൻഡ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർമുല ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുകയായിരിക്കും എളുപ്പം. നമ്മുടെ സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിന് ഇതിലേതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഫോർമുല ഇടുക. ദെൻ വി ക്യാൻ ഡയറക്റ്റ്ലി ട്രാൻസ്ഫോം ഫ്രം എസ് ഡൊമെയിൻ ടു ദ ഇസഡ് ഡൊമെയിൻ യൂസിങ് ദിസ് എക്സ്പ്രഷൻ. അതുകൊണ്ട് ഈ രണ്ട് എക്സ്പ്രഷൻസും ബൈ ഹാർട്ട് ചെയ്യുക. ഇവിടെ ഇമ്പൾസ് ഇൻവേരിയൻസ് മെത്തേഡ് ഉപയോഗിച്ചുള്ള ഒരു സിമ്പിൾ പ്രോബ്ലം തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഫോർ ദ അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് ഓഫ് എസ് ഈക്വൽ ടു 2 by s plus 1 into s plus 2. Determine h of z using impulse invariance method. Assume t equal to 1 second. നമുക്ക് വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാവുന്ന ഒരു പ്രോബ്ലമാണ്. It is given h of s equal to this one. Now we can apply here the partial fraction expansion method. So which we can written as a equal to s plus 1 plus b by s plus 2. Now you can easily determine the values of a equal to s plus 1 into 2 by s plus 1 into s plus 2. Now this will cancel, and which is calculated at s is equal to minus 1. So if you are substituting s is equal to minus 1, you will get 2 divided by minus 1 plus 2, which is equal to 2. Similarly, we can easily determine the value of b. b is equal to minus 1. So after partial fraction expansion, we will get h of s equal to 2 by s plus 1 minus 1 by s plus 2. So here we can see the poles are p1 equal to minus 1 and p2 equal to minus 2. So we can easily convert this into the z domain format. So that h of z equal to 1 by 1 minus e raised to the pole is minus 1. So minus 1 into t into z inverse plus 1 by 1 minus e raised to minus 2t z inverse. Impulse invariance method apply ചെയ്തിട്ട് ഒരു സോൾവ്ഡ് പ്രോബ്ലമാണിത്. For the analog transfer function h of s equal to 2 by s plus 1 into s plus 2, determine h of z using impulse invariance method. Assume t equal to 1 second. So the solution is given. It's a simple problem. So given h of s equal to this one, now you apply a partial fraction expansion method so that you will get the values of a and b. Then it is decomposed into two terms of single poles. അപ്പോൾ നമ്മൾ സിംഗിൾ പോളിൻ്റെ രണ്ട് ടേംസ് ആക്കിയിട്ട് ഇതിനെ ഡീകമ്പോസ് ചെയ്തു. Then we can directly apply the ready-made equation. If h of s is this form, h of z equal to this one. So in this case the poles are p1 equal to minus 1 and p2 equal to minus 2. ഇവിടെ simply apply ചെയ്യാം. e raised to minus 2t, e raised to minus 2t z inverse like that. Now apply t equal to 1 second, you will get the answer like that. ഈ ഒരു പ്രോബ്ലം നമ്മൾ സ്വയം സോൾവ് ചെയ്ത് നോക്കാം. ഇവിടെ മറ്റൊരു പ്രോബ്ലം ഇമ്പൾസ് ഇൻവേരിയൻറ്റ് ടെക്നിക്ക് ഉപയോഗിച്ചുള്ള തന്നിരിക്കുന്നു. ഹിയർ h of s equal to s plus 0.2 divided by s plus 0.2 whole square plus 9. ഇതൊരു സെക്കൻഡ് ഓർഡർ സിസ്റ്റമാണ്. നമ്മൾ കണ്ടിരുന്നു ഇതൊരു
ഇതിനൊരു സ്റ്റാൻഡേർഡ് ഫോമിലാണ് തന്നിരിക്കുന്നത്. ഈ സ്റ്റാൻഡേർഡ് ഫോമിലാണ് എച്ച് ഓഫ് എസ് എങ്കിൽ നമുക്ക് ഒരു റെഡിമെയ്ഡ് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇത് ഈ ഒരു ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യണമെന്ന് മാത്രം. നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ കണ്ടിരുന്നു എസ് പ്ലസ് എ plus this one. In that case, h of z is given by this expression. Okay, now you simply substitute for a. So in this, when we comparing these two equations, we can see a equal to 0.2, b equal to 3. Then simply substitute, and finally you will get the h of z in this form. Now it is given t equal to 1 second. Now put t equal to 1 second. Finally you will get the answer like this. ഈ ഒരു പ്രോബ്ലം സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. പിന്നെ വേറൊരു പ്രോബ്ലം, ഇവിടെ എച്ച് ഓഫ് എസ് ഈക്വൽ ടു ദിസ് വൺ. ഇവിടെ നമ്മൾ ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യണം എന്ന് മാത്രം. ഇവിടെ നമ്മൾ ഫാക്ടറൈസ് ചെയ്തിരിക്കുന്നു. നേരത്തെ ചെയ്ത മാതിരി തന്നെ നമ്മളിതിനെ എച്ച് ഓഫ് എസിനെ എച്ച് ഓഫ് ഇസഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഈ പ്രോബ്ലം സ്വയം ചെയ്ത് നോക്കാം. നെക്സ്റ്റ്, ദ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് കൂടുതലും പോപ്പുലർ. പിന്നെ കാരണം ദി അപ്രോക്സിമേഷൻ ഓഫ് ഡെറിവേറ്റീവ്സും ദി ഇമ്പൾസ് ഇൻവേരിയൻസ് മെത്തേഡും ലോ പാസ് ഫിൽറ്റേഴ്സ് ഡിസൈൻ ചെയ്യാനും ബാൻഡ് പാസ് ഫിൽറ്റേഴ്സ് ഡിസൈൻ ചെയ്യാനും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് ഹൈ പാസ് ഫിൽറ്ററിങ്ങിനോ ബാൻഡ് റിജക്റ്റ് ഫിൽറ്റേഴ്സിനോ പറ്റില്ല. ഈ ഒരു പ്രോബ്ലം ഇവിടെ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇത് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഓൾമോസ്റ്റ് എല്ലാ ഫിൽറ്റേഴ്സിനും ആപ്ലിക്കബിൾ ആണ്. കാരണം ഇതൊരു 1-to-1 ട്രാൻസ്ഫോർമേഷൻ, 1-to-1 മാപ്പിംഗ് ആണ് ഫ്രം എസ് ഡൊമൈൻ ടു ദ ഇസഡ് ഡൊമൈൻ. എന്ന് പറഞ്ഞാൽ ഇവിടെ എസ് ഡൊമൈനിലുള്ള ഓരോ പോയിന്റ്സിനും യുണീക്കായിട്ട് ഒരു പോയിന്റ് മാത്രമേ ഇസഡ് ഡൊമൈനിലുള്ളൂ. അതേസമയം ഇമ്പൾസ് ഇൻവേരിയൻസ് മെത്തേഡിൽ നമ്മൾ കണ്ടിരുന്നു അവിടെ ഒരു ഏലിയാസിങ് പ്രോബ്ലംസ് ഉണ്ട്. അവിടെ ഇസഡ് ഡൊമൈനിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എസ് ഡൊമൈനിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ടാകും ബിക്കോസ് ഓഫ് ദി ഏലിയാസിങ്. ആ ഒരു പ്രോബ്ലം ഈ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഇല്ല. ദെൻ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് കംപ്ലീറ്റ്ലി transforms the j omega axis into the unit circle in z plane only once, thus avoiding aliasing of the frequencies. അപ്പോൾ ഈ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷന് ഏലിയാസിങ് കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഒരു സ്റ്റേബിൾ അനലോഗ് ഫിൽറ്റർ ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ വഴി ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇസഡ് ഡൊമൈനിലും അതായത് ഡിജിറ്റൽ ഡൊമൈനിലും അത് സ്റ്റേബിൾ ആയിരിക്കും. ഇതാണ് ഒരു ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ അഡ്വാൻറ്റേജസ്. എസ് ഡൊമൈനിൽ നിന്നും ഇസഡ് ഡൊമൈനിലേക്കും ഇസഡ് ഡൊമൈനിൽ നിന്നും എസ് ഡൊമൈനിലേക്കുമുള്ള ട്രാൻസ്ഫോമിംഗ് ഓർ മാപ്പിംഗ് ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ എസ് ഇസ് ഈക്വൽ ടു സെയിം തിങ് തന്നെ അതിന് വേറൊരു രൂപത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്നു. ഇനി ഇവിടെ റിലേഷൻ ബിറ്റ്വീൻ അനലോഗ് ആൻഡ് ഡിജിറ്റൽ ഫ്രീക്വൻസീസ് ആർ ഗിവൺ ബൈ ഒമേഗ ഈക്വൽ ടു 2/t tan ഒമേഗ സ്മോൾ ലെറ്റർ omega/2 ഓർ ദ സെയിം തിങ് റീറിട്ടൺ ഇൻ ദിസ് ലൈക്ക്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഓർ മാപ്പിംഗ് മെത്തേഡ് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ എസ് ഡൊമൈനിലെ ലെഫ്റ്റ് ഹാഫ് പ്ലെയിന് ഇൻസൈഡ് ദ യൂണിറ്റ് സർക്കിളിലേക്ക് മാപ്പ് ചെയ്യുന്നു. അതേസമയം റൈറ്റ് ഹാഫ് പ്ലെയിന് ഇതിൻ്റെ ഔട്ട്സൈഡ് എക്സ്റ്റീരിയർ ഓഫ് ദ യൂണിറ്റ് സർക്കിളിലേക്കും ഇസഡ് ഡൊമൈനിൽ മാപ്പ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഒരു 1-to-1 മാപ്പിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ലെഫ്റ്റ് ഹാഫ് എസ് പ്ലെയിനിലെ പോൾസ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻസൈഡ് ദ യൂണിറ്റ് സർക്കിളിലേക്ക് വരുന്നുണ്ട്. സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കുകയും ചെയ്യും. ഇവിടെ ഈ രണ്ട് ഇക്വേഷൻസും നിർബന്ധമായിട്ടും ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. എസ് ഇസ് ഈക്വൽ ടു 2/t 1 - z ഇൻവേഴ്സ് ബൈ 1 + z ഇൻവേഴ്സും ഒമേഗ ഈക്വൽ ടു 2/t ഓർ ദിസ്. ഈ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യണം. യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് ഡിസ്ക്രൈബ് വാർപ്പിംഗ് എഫക്റ്റ് വിത്ത് എ ഡയഗ്രാം. ഇതിൻ്റെ ആൻസറാണ് ഈ കാണുന്നത്. എന്താണ് വാർപ്പിംഗ് എഫക്റ്റ് എന്ന് നോക്കാം. ഇവിടെ ക്യാപിറ്റൽ ഒമേഗയും സ്മോൾ ലെറ്റർ ഒമേഗയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഫോർ സ്മോൾ വാല്യൂസ് ഓഫ് തീറ്റ ടാൻ തീറ്റ ഈക്വൽ ടു തീറ്റ. ദറ്റ് മീൻസ് ഇവിടെ സ്മോൾ ലെറ്റർ ഒമേഗയുടെ വാല്യൂസ് സ്മോൾ ആവുന്ന കണ്ടീഷനിൽ ദർ ഇസ് എ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ capital omega and small letter omega. That is capital omega equal to omega by t. This tan omega/2 will become omega by 2. So that we will get omega by t. Or we can rewrite it as small letter omega equal to capital omega into t.
ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് നമ്മൾ ഇമ്പൾസ് ഇൻവേരിയൻസ് മെത്തേഡിൽ കണ്ടത്. അപ്പോൾ ഫോർ സ്മോൾ വാല്യൂസ് ഓഫ് ഒമേഗ, അതായത് ലോ പാസ് ഫിൽറ്ററിങ്ങിൻ്റെ സമയത്ത് ഈ ഒരു ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ഇമ്പൾസ് ഇൻവേരിയൻസ് ട്രാൻസ്ഫോർമേഷൻ്റെ അതേ ക്യാരക്ടേഴ്സ് തന്നെയാണ് കാണിക്കാം. ബട്ട് ഹൈ വാല്യൂസ് ഓഫ് ഫ്രീക്വൻസി വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും നോക്കാം. ഇവിടെ ടാൻ ആയതുകൊണ്ട് ഇതൊരു ഹൈലി നോൺ ലീനിയർ റിലേഷൻഷിപ്പ് ആയിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ അകത്ത് when the capital omega increases, the small letter omega is compressed. Or for high values of frequency, it is a non-linear operation is taking place. ഈ ഒരു നോൺ ലീനിയർ ഓപ്പറേഷൻ കൊണ്ട് ഫ്രീക്വൻസീസ് ഡിജിറ്റൽ ഡൊമെയിനിലെ ഫ്രീക്വൻസീസ് ഡിസ്റ്റോർട്ടഡ് ആവും. ഈ ഒരു ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ ഈ ഒരു കംപ്രസീവ് എഫക്റ്റിനെയാണ് വാർപ്പിംഗ് എഫക്റ്റ് എന്ന് പറയാം. ഈ ഫസ്റ്റ് ഡയഗ്രത്തിൽ ഇതിൻ്റെ വേരിയേഷൻസ് 0 to -∞ 0 to +∞ രണ്ട് സൈഡും കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ 0 to +∞ മാത്രമേ ഇതിന് ഈ ഡയഗ്രത്തിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഡിസ്ക്രിപ്ഷനും ഈ ഒരു ഫിഗേഴ്സും ബൈ ഹാർട്ട് ചെയ്യുക. വാർപ്പിംഗ് എഫക്റ്റ് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസിലും ഫേസ് റെസ്പോൺസിലും ഡിസ്റ്റോർഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ മാഗ്നിറ്റ്യൂഡ് ഉണ്ടാക്കുന്ന ഡിസ്റ്റോർഷൻസ് ആണ് ഈ ഒരു ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. So the influence of the warping effect on the amplitude response is shown here. So by considering an analog filter with a number of passbands centered at regular intervals, here it is shown the passbands at regular intervals. Now the derived digital filter has some same number of passbands. Here we can see the same number of passbands are here, but the center frequencies and bandwidth of high frequency passband will tend to reduce disproportionately. So this is the distortion introduced in the magnitude response due to warping effect. So here the influence of the warping effect on the phase response is shown in this way. ഇവിടെ കാണാം, ഇവിടെ അനലോഗ് ഫ്രീക്വൻസീസ് ലീനിയർ ആണ്, പക്ഷേ ഇവിടെ കറസ്പോണ്ടിങ് ഡിജിറ്റൽ ഫ്രീക്വൻസി ഈസ് ഹൈലി നോൺ ലീനിയർ. സോ ദിസ് ഈസ് ദ എഫക്റ്റ് ഓഫ് വാർപ്പിംഗ് ഓൺ ദി ഫേസ് ഓഫ് ദി ഡിജിറ്റൽ ഫിൽറ്റർ. ഒരു വാർപ്പിംഗ് എഫക്റ്റ് കൊണ്ട് ഇവിടെ സിഗ്നൽസ് ഡിസ്റ്റോർട്ടഡ് ആവുന്നു, ഫിൽറ്റേർഡ് സിഗ്നൽസ് ഡിസ്റ്റോർട്ടഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇവിടെ പ്രീ വാർപ്പ് ചെയ്യുന്നു. സോ വാട്ട് ഈസ് പ്രീ വാർപ്പിംഗ്? പ്രീ വാർപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ വെച്ച് സിഗ്മ ഒമേഗ ഈക്വൽ ടു 2/t ടാൻ ഒമേഗ ടി ബൈ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡിജിറ്റൽ ഫ്രീക്വൻസീസിനെ നമ്മൾ അനലോഗ് ഡൊമെയിനിലേക്ക് ട്രാൻസ്ഫോം ചെയ്തതിന് ശേഷം അനലോഗ് ഡൊമെയിനിൽ ഡിസൈൻ നടത്തി തിരിച്ച് ഈ ഒരു ഡിജിറ്റൽ ഡൊമെയിനിലേക്ക് പോകുന്നു. അപ്പോൾ അനലോഗ് ഡൊമെയിനിൽ പ്രീ വാർപ്പ് ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. ഇങ്ങനെ പ്രീ വാർപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അനലോഗ് ഡൊമെയിനിലെ ഫ്രീക്വൻസി ഡിസ്റ്റോർഷൻസ് ഇല്ലാതെ തന്നെ ഡിസൈൻ ചെയ്യാം. ഡിസൈൻ ചെയ്തതിന് ശേഷം തിരിച്ച് അവിടേക്ക് പോകുന്നു. സോ ദെയർ ഫോർ ദ പാസ് ബാൻഡ് ഫ്രീക്വൻസി നമ്മൾ ഈ ഒരു പ്രീ വാർപ്പ് ചെയ്യുന്നു, അതേപോലെ സ്റ്റോപ്പ് ബാൻഡ് ഫ്രീക്വൻസിനെ പ്രീ വാർപ്പ് ചെയ്യുന്നു, അനലോഗ് ഡൊമെയിനിൽ ഡിസൈൻ ചെയ്യുന്നു, ദെൻ കൺവേർട്ടിംഗ് ടു ദ ഡിജിറ്റൽ ഡൊമെയിൻ. ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചുള്ള ഫിൽറ്റർ ഡിസൈനിൻ്റെ സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പ്രീ വാർപ്പ് ചെയ്യുന്നു, ദെൻ പ്രീ വാർപ്പ് ചെയ്തതിന് ശേഷം H(s) കണ്ടുപിടിക്കുന്നു, ദെൻ H(s) അതിൽ നിന്നും നമ്മൾ സാമ്പിളിംഗ് പീരീഡ് T കണ്ടുപിടിക്കുന്നു, അതിനുശേഷം എസിനെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ടൈംസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു. സോ ദീസ് ആർ ദ സ്റ്റെപ്സ് ഫോർ ഡിസൈനിങ് എ ഡിജിറ്റൽ ഫിൽറ്റർ യൂസിങ് ദ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടെക്നിക്. ഇവിടെ ഒരു ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുന്ന ഒരു സിമ്പിൾ സോൾവ്ഡ് പ്രോബ്ലമാണ് കാണിച്ചിരിക്കുന്നത്. So given H(s) equal to this one, so with T equal to 1 second, find H(z). Very simple thing, simply replace S with this term 2/t 1 minus S. Then simplifying, we will get the H(z) equal to this one. Now apply, substitute T equal to 1 second, and finally we will get the values. So this is the final expression. You can easily
do it by yourself. വേറൊരു സോൾവ്ഡ് പ്രോബ്ലം തന്നിരിക്കുന്നു. സോ നേരത്തെ ചെയ്ത മാതിരി തന്നെ സിംപ്ലി റീപ്ലേസ് എസ് വിത്ത് 2/tz minus 1/z plus 1, then simplifying, then it is given t equal to 0.1 second തന്നിട്ടുണ്ട്. So simply substitute for t equal to 0.1 and simplify, you will get this answer. ഇതും തന്നെ ചെയ്ത് നോക്കുക. There is another problem, h of s equal to this one. So this is a standard form. So from the standard form, the resonant frequency capital omega r equal to 3, square root of 9 equal to 3 എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ സ്മോൾ ലെറ്റർ ഒമേഗ ആർ ഈസ് ഗിവൺ ആസ് π/4. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ്, പ്രീ വാർപ്പിംഗ് റിലേഷൻഷിപ്പ് വെച്ചിട്ട് ദ സാമ്പിളിംഗ് പീരിയഡ് വി ക്യാൻ ഡിറ്റർമിൻ. സോ ദിസ് ക്യാപിറ്റൽ omega r equal to 2/t tan omega r by 2. From that we can obtain t r equal to 0.276 seconds. Now apply the h of z can be obtained by replacing s with the 2/t z minus 1 equation. Then simplify, we will get h of z equal to this one, and substituting for t, finally you will get this answer. ഇതും സ്വയം ചെയ്തു നോക്കി ആൻസർ കണ്ടെത്തുക.